എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു മിനി ചർക്ക ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരേ വലിപ്പത്തിലുള്ള ചെറിയ 2 കാർഡ്ബോർഡ് പീസുകൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചക്രം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലും നമ്മൾ നീളത്തിൽ വര കൊടുത്ത് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നുണ്ട്. ആ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു വലിയ സർക്കിളും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ സർക്കിളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം നീളത്തിൽ വര വരച്ചിരുന്നല്ലോ, അപ്പം നമ്മൾ ആ വലിയ സർക്കിളിൻ്റെ അവിടെ ആ വര വരച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1/2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ചെറിയ സർക്കിളിൻ്റെ അവിടെ 1/2 സെൻറ്റിമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമ്മൾ ആ വലിയ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ 1/2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ചെറിയ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയെടുത്തേക്ക് ഒരു നീളത്തിൽ വര വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലേതും വരച്ചു കൊടുക്കണം കേട്ടോ. സെയിം രീതി തന്നെയാണ് കേട്ടോ മറ്റേ കാർഡ്ബോർഡ് പീസിന് ചെയ്തെടുക്കേണ്ടത്. 2 പീസ് ഒരേപോലെ ഒരേ അളവിൽ എല്ലാം കൃത്യമായിരിക്കണം. ഇനി നമ്മളെല്ലാം വരച്ച് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ആദ്യമേ ഒരു വലിയ സർക്കിൾ വരച്ചിരുന്നല്ലോ, ആ വരച്ചതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയണം. അത് കഴിയുമ്പോൾ നമുക്ക് ആ സർക്കിൾ ഷേപ്പായിട്ട് തന്നെ കിട്ടും. ഈ സർക്കിൾ ഷേപ്പിൽ നിന്ന് നമ്മൾ ബാലൻസ് വന്ന വി പോലെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, നമുക്ക് ആ വരച്ചെടുത്ത് അളവ് തെറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ കൃത്യമായി തന്നെ എല്ലാം വെട്ടിയെടുക്കുക. 2 കാർഡ്ബോർഡ് പീസും ഒരേ അളവിൽ വെട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വന്നാലും അതൊരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് വരച്ച് വെട്ടിയെടുക്കാൻ പ്രത്യേകം പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ 2 പീസുകൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലൊരു പീസ് എടുത്തിട്ട് ഒരു ഏകദേശം സെൻറ്റർ ഭാഗത്ത് വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈർക്കിലി എടുക്കുന്നത്, ഈർക്കിലി കറക്റ്റായിട്ട് അതിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, നമ്മൾ കട്ട് കുറഞ്ഞ കാർഡ്ബോർഡ് പീസ് എടുത്തു കഴിഞ്ഞാൽ വളഞ്ഞ് നിൽക്കും. അതുകൊണ്ട് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് ആണെങ്കിൽ ഒരെണ്ണം മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ 2 എണ്ണം ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇച്ചിരി കാണാനും ഒരു വൃത്തി ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണത്തിൽ നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ട് ബാക്കി അതേ അളവിൽ തന്നെ അടിയിലത്തേക്ക് ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഹോളിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്ററിലും ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഈർക്കിലി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഈർക്കിലി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ സൈഡിലേക്കും കൂടെ ഈർക്കിലി കുത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ ഈർക്കിലിയും കുത്തി കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഇച്ചിരി ചക്രം ചെറുതായതുകൊണ്ട് തന്നെ ഈർക്കിലി കുത്തി കൊടുത്തതിന് ഇച്ചിരി നീളക്കൂടുതലുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ പശ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത ശേഷം മറ്റേ സൈഡിൽ ഇച്ചിരി അതായത് നമ്മുടെ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് ഇച്ചിരി അകത്തേക്ക് ഇറക്കി കൊടുത്തിട്ട് ബാലൻസ് വന്ന ഭാഗം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെൻറ്ററിലെ ഭാഗത്ത് ഞാൻ പശ ഒട്ടിക്കുകയോ കട്ട് ചെയ്ത് കളയുകയോ ചെയ്തിട്ടില്ല. സൈഡ് പോർഷൻ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. സെൻറ്ററിൽ നമുക്ക് ഈർക്കിലി ഇച്ചിരി നീളക്കൂടുതൽ വേണ്ടതാണ്. ഞാൻ വേറൊന്നും റെഫർ ചെയ്യാതെ ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് വന്നതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സെൻറ്റർ പോർഷൻ ഇച്ചിരി നീളക്കൂടുതൽ വേണ്ടതാണ് കേട്ടോ. നമ്മളിവിടെ ചക്രത്തിന് ഹാൻഡിലായിട്ട് ഉപയോഗിക്കാനായിട്ട് ചെറിയ 2 കാർഡ്ബോർഡ് പീസുകൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെറിയ കേർവ് രീതിയിൽ 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കാർഡ്ബോർഡ് പീസുകൾ ഒറ്റ കാർഡ്ബോർഡ് പീസാക്കാൻ വേണ്ടി പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ഒരു കുഞ്ഞ് ഈർക്കിലിയും. അപ്പം നമ്മൾ അത് ഉണങ്ങാൻ വെച്ച ശേഷം ഇനി നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പുറത്ത് പോകാത്ത രീതിയിൽ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴ്വശത്ത് നമ്മളിപ്പോൾ ഒരു സൈഡ് മുകളിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, മറ്റേ സൈഡിലേക്ക് താഴെയാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ചക്രത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈർക്കിലുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇത് പശ വെച്ച് ഒട്ടിച്ച് ഫിക്സ് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേ ചെറിയ ഈർക്കിലി അതിൻ്റെ നേരെ താഴെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചക്രം കറക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡിൽ പോലെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇനി എടുക്കുന്ന നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പീസും തൂണ് പോലെ വെക്കാനായിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് 2 കാർഡ്ബോർഡ് പീസും, അതായത് നമുക്ക് ചക്രത്തിന് നിലത്ത് മുട്ടാത്ത രീതിയിൽ കറങ്ങാൻ പരുവത്തിന് എന്തോരം നീളം വേണോ ആ നീളം നോക്കിയെടുക്കണം.
അതിനുശേഷം രണ്ടിൻ്റെയും മുകളിലേക്ക് ഹോളിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈർക്കിലി ഉണ്ടല്ലോ, അത് ആദ്യം നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് പിന്നെ ആ ചക്രത്തിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ ഉള്ളിലേക്ക് കയറ്റി വിടണം. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ കാർഡ്ബോർഡ് പീസും കൂടെ വെച്ച് സെറ്റാക്കണം. അത് ഇനി നമുക്ക് എന്തോരം നീളം വേണം വീതി വേണം എന്നൊക്കെ നോക്കി അത് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ നമുക്ക് വലിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണ്ട അളവും കാര്യങ്ങളും ഒക്കെ നോക്കി അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് പശ ഒട്ടിച്ച് കൊടുക്കണം. അത് ഞാനവിടെ വരച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് പശ ഒട്ടിച്ച് കൊടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് അതേ നിർത്തി തന്നെ പശ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ പശ ഏത് ടൈപ്പാണെന്നറിയില്ല, ഞാനിവിടെ ഫെവിക്വിക്കാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി നിന്നോളും, ബലമായിട്ട് അവിടെ നിന്നോളും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ചെറിയൊരു 2 കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തത് വേണം. അതും ഒരു ചെറിയ തൂണ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഈർക്കിലിയും വേണം കേട്ടോ. അത് നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് നമ്മുടെ ചർക്കയുടെ നേരെ ഓപ്പോസിറ്റ് കറക്റ്റ് ഡയറക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ നൂല് വെച്ച് കൊടുക്കാൻ പരുവത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചക്രത്തിൻ്റെ സെൻറ്റർ ഈർക്കിലിയിൽ നമ്മൾ ഇതുവരെ പശ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. അത് ചക്രത്തിൻ്റെ സൈഡിൽ മാത്രം നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ ചക്രം കറങ്ങത്തുള്ളൂ. ഹാൻഡിൽ പിടിച്ച് തിരിക്കുമ്പോൾ നമ്മുടെ ചക്രവും കൂടെ കറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ ഈർക്കിലി മാത്രമേ കറങ്ങുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ചെറിയ ഈർക്കിലിയിലോട്ട് നൂല് ചുറ്റി കൊടുക്കുന്നതാണ് പരിപാടി. ഞാനിവിടെ എംബ്രോയ്ഡറി നൂലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നൂലാണുള്ളത് അതെടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് ചുറ്റി കൊടുത്ത് താഴെ ഫിക്സ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അറ്റം ഉണ്ടാവുമല്ലോ, അതിൻ്റെ അറ്റത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പശ വിരലിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ആ വിരൽ വെച്ച് നമ്മുടെ നൂലിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ ചക്രത്തിൻ്റെ ഒരു ഈർക്കിലിയിലോട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ കറക്കുമ്പം അത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫിക്സായിട്ട് അവിടെ ഇരുന്നോളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടേ കറക്കാവുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ പറഞ്ഞു വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ചർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.